ഇതിലൊക്കെ ആയിട്ട് കുറച്ച് സോങ്സ് ഉണ്ടായിരുന്നു. നമുക്ക് സ്ലോ മോഷൻ ഷോർട്സിന് വേണ്ടിയിട്ട് RR ചെയ്യില്ലേ, അപ്പൊ ഈ ഫാൻ ബോയ് പറയുമോ? ക്യാരക്ടറിന് സിനിമയ്ക്ക് എന്ത് കൊടുക്കാൻ പറ്റും ഉറപ്പായിട്ടും ഇതുണ്ട്. പക്ഷെ അറ്റ് ദി എൻഡ് എനിക്ക് അഡ്രിനാലിൻ കിട്ടുന്നുണ്ടോ, എനിക്ക് അഡ്രിനാലിൻ കിട്ടുന്ന വരെ വർക്ക് ചെയ്തിട്ടുണ്ട്, എനിക്ക് അഡ്രിനാലിൻ കിട്ടിയിട്ടുണ്ട്. നോക്കാം. സലീഷ്, ഇപ്പോൾ ഈ നമുക്കിടെ അനിയൻ സ്ഥാനത്തേക്ക് വരുന്ന കഥാപാത്രങ്ങൾ ചെയ്തവരൊക്കെ കുറച്ച് പേരെടുത്തിട്ടുണ്ട്. ഇപ്പം അത് റഹ്മാനിൽ കാണാം, ബിജുമാനിൽ കാണാം, ജയറാമിൽ കാണാം. എല്ലാ ആളുകളിലും നമുക്കിടെ അനിയൻ സ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ള ആളുകൾ ഒരു കരിയർ അപ്ഗ്രേഡാണ്. അപ്പോൾ ആ വിധത്തിലൊരു അപ്ഗ്രേഡ് ആയിരിക്കും ആണെന്നല്ലേ പറഞ്ഞേക്കോ. ആവട്ടെ, സന്തോഷമേ ഉള്ളൂ. നമുക്ക് 24 ശേഷം അറിയാം. എങ്ങനെ ടർബോ ജോസിന്റെ ലുക്കിലേക്ക് എത്തി? ഹെയർ കട്ടാണ് ഉദ്ദേശിച്ചത്. ആരൊന്നും പറയുന്നു. എന്തെങ്കിലും ഒരു പ്രത്യേകത വേണ്ടെന്ന് ഞാൻ ചെയ്തതാണ്. അതിനുമ്പ് ഞാനൊരു വെക്കേഷന് വേണ്ടി ചെറുതായിട്ട് മുടി കെട്ടിയിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം ഷൂട്ടിങ് തുടങ്ങുമ്പോൾ ചെറിയൊരു വെക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മുടിയായിട്ട് ഒന്ന് പണം നോക്കിയതാണ്. അപ്പോൾ തിരക്കേടില്ലാന്ന് ഞാൻ ഇവർ പറഞ്ഞു, അങ്ങനെ ഒത്തതാണ്. അല്ലാണ്ട് അതിനുവേണ്ടി ഒരു പരിപാടി ഉണ്ടാക്കി ഇല്ലേ. പൂർവ്വം ചെയ്തിട്ടെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു. മുടി വെട്ടി കഴിഞ്ഞാൽ വളരെ കുറേ സമയം എടുക്കുമല്ലോ ഞാൻ. അപ്പം അതിന് മുമ്പ് പടം തുടങ്ങണം. പിന്നെ ആ മുടി വെച്ച് അങ്ങ് അഭിനയിച്ചു. പിന്നെ പടം തീരുന്നവരെ ആ മുടി വെട്ടി അങ്ങനെ ആയിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് എൻ്റെ കഥ. പടത്തിനകത്ത് 2-3 ഷർട്ട് കൊണ്ടൊക്കെ ഉണ്ടോ. പിന്നെ ഇപ്പം ഡ്രസ്സിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് താങ്കൾ. വണ്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് താങ്കൾ. ഈ സിനിമയിലെ ആക്ഷൻ സീനിലെ വണ്ടികൾ ഡ്രിഫ്റ്റിംഗ് ഒക്കെ താങ്കൾ തന്നെ ചെയ്തെന്ന് പറയാറില്ല. കുറേ വണ്ടികളുണ്ട്. വണ്ടികളൊക്കെ പഴയ വിലക്ക് വിറ്റോണ്ടിരിക്കുക. പൊട്ടിച്ചു ഈ സിനിമയിലെ ആക്ഷൻ സീനിലൊക്കെ മമ്മൂക്ക ഇന്ന് പറഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആക്ഷൻ സീനിലെ ഡ്രിഫ്റ്റിംഗ് ഒക്കെ താങ്കൾ തന്നെ ചെയ്തത്. എത്രയും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഡ്രിഫ്റ്റിൽ എന്ത് വരുന്നു? കാരണം ആൾക്കാർ ചുറ്റും നമ്മൾ മാറി എന്നെല്ലാം സേഫ് ആക്കി കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് ചെയ്യാൻ എടുക്കില്ലേ. സാഹസ് ചെയ്തതൊന്നുമല്ല. നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്കേ പറ്റുള്ളൂ, വേറെ ആർക്കും ഒന്നും പറ്റില്ല മാത്രം. ഇതുപോലെ അങ്ങനെ ഒരുപാട് ഡ്രിഫ്റ്റിംഗ് ഒന്നും ഇല്ല. ചെറുത് കാര്യമുണ്ട്. അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടോ? അല്ല, അങ്ങനത്തെ പടങ്ങൾ ചോദിച്ചാൽ എന്തായാലും നടക്കൽ മന ഇപ്പോ റോട്ടിൽ എന്തോരം വണ്ടികൾ വലിയ പണികളാണ്. ഒരു മമ്മൂട്ടി ചിത്രം ചെയ്യാൻ വേണ്ടി വയനാട്ടിൽ നിന്ന് ബസ് കയറിയ ആളാണെന്ന് പണ്ട് ആടിന്റെ ലോഞ്ചിന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ബേസിക്കലി ആ ഒരു നിറവേറ്റിയിരിക്കുകയാണ്. എങ്ങനെ തോന്നുന്നു? സന്തോഷം. ആഗ്രഹത്തിൽ വരുമ്പോൾ തോന്നുന്ന സ്വാഭാവികമായ കലർപ്പില്ലാത്ത സന്തോഷം. ഒരു പടം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ പടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ പ്രസ് മീറ്റിലിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം.